ഗായ്സ്, ഈ വീഡിയോ നോക്കിയാൽ ഇഷ്ടയൊക്കെ തല്ലി പൊടിച്ചിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കണ്. എന്നാൽ അതിലോട്ട് ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ചിട്ട് നമ്മുടെ പഴയ പാത്രങ്ങളൊക്കെ ഇല്ലേ അതിലത്തെ കരിക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് കളയണേ. ഇനി ഇത് ശരിക്കും നടക്കോ? സംഭവം കൊള്ളാല്ലേ? നമുക്ക് ചെയ്താൽ ഗായ്സ്, നമുക്ക് ആദ്യം തന്നെ ഒരു ഇഷ്ടിക കണ്ടുപിടിക്കണം. യെസ്, കണ്ടുപിടിച്ചു. ദാ കിടക്കണ ഒരു ഇഷ്ടിക. ഗായ്സ്, നമുക്ക് ഇതാ ഒരു ഇഷ്ടിക കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് തല്ലി പൊട്ടിക്കാം. ചിറ്റിക എടുത്ത് ഒറ്റടി ആള് പൊട്ടി. ദാ ഈ ഒരു ചെറിയ പീസ് മതിയാവും നമുക്ക്. അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോട്ടെ ഗായ്സ്. അപ്പൊ നമ്മുടെ ഇഷ്ടിക ഫുള്ള് പൊടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് ഗായ്സ്. അടുത്തായിട്ട് നമുക്ക് ഇതിലോട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഓ, ഭയങ്കര ചൂട്. ഈ വീഡിയോ ഒന്ന് എടുത്ത് കഴിഞ്ഞിട്ട് വേണം ഇതിന്റെ മറ്റേ പകുതി പിഴിഞ്ഞ് വെള്ളം കുടിക്കാൻ ഗായ്സ്. അപ്പൊ നമ്മുടെ ഈ ഒരു സാധനം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ടെസ്റ്റ് അടിക്കാൻ പോണത് ഇതാ ഈ പഴയ ഒരു പാത്രത്തിന്റെ മൂടിയിലാണ്. എന്നെക്കാട്ടും പ്രായമുള്ള ഏതോ ഒരു പാത്രത്തിന്റെ മൂടി. അതുകൊണ്ട് തന്നെ കണ്ടില്ലേ, നിറച്ച് കരിയും പൊടിയും എല്ലാം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഉപകാരമായിട്ടാ. നമുക്ക് ഇതൊന്ന് ചെയ്തൊക്കെ ഒരു മൂടി കിട്ടിയില്ലേ. അപ്പൊ പാത്രത്തിന്റെ സൈഡിൽ മൊത്തം നമ്മൾ ഈ സാധനം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഗായ്സ്. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ഉരച്ച് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് കഴുകി നോക്കാം. സത്യം പറഞ്ഞാൽ കഴുകിയപ്പോ ഞാൻ വരെ ഞെട്ടിപ്പോയി. ഇപ്പൊ നോക്കിയാൽ നല്ല പുതുപുത്തം പോലെ തിളങ്ങണം. ഇപ്പൊ കണ്ട ഇത്ര പ്രായമുള്ള ഒരു മൂടിയാന്ന് തോന്നുന്നു. പുതുപുത്തെന്നൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞാ. എന്നാലും സംഗതി വർക്കിംഗ് ആണ്. നിങ്ങളും ചെയ്ത് നോക്ക്.